നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ഇൻ ഓർഗാനിക് മോളിക്യൂൾസ്. അപ്പോൾ നമ്മളൊരു ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞത് അതിനകത്ത് നടക്കുന്ന സീക്വൻസ് ഓഫ് സ്റ്റെപ്പ്, ഒരു സബ്സ്ട്രേറ്റ് ഒരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് നടക്കുന്നതിനിടെ ഉണ്ടാകുന്ന സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ്. ആ സ്റ്റെപ്സിനകത്ത് എന്താ ഇൻവോൾവ് ചെയ്യുന്ന ട്രാൻസ്ഫർ ഓഫ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ആ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് പല രീതിയിലുണ്ട്. ആ ഇലക്ട്രോൺ മൂവ്മെൻറ്റിനെയാണ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആ എഫക്റ്റുകളെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 4 എഫക്റ്റുകളുണ്ട്. 1 ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, 2 ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, 3 മീസോമെറിക് അല്ലെങ്കിൽ റെസൊണൻസ് ഇഫക്റ്റ്, 4 ഹൈപ്പർ കോഞ്ചുഗേഷൻ. അങ്ങനെ 4 ടൈപ്പ് എഫക്റ്റുകളുണ്ട്. പിന്നെ സ്റ്റെറിക് ഇഫക്റ്റും ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതൊരു ഡെഫിനേഷൻ ഞാൻ ഇന്നത്തെ കാണിച്ചു തരാം, അതൊന്ന് വായിച്ചേക്കാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇൻഡക്റ്റീവ് ഇഫക്റ്റ്: ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ഓർ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ആറ്റം ഓർ ഗ്രൂപ്പ് attached to a carbon chain of a molecule by a covalent bond induce polarity in that bond. This in turn may cause induction of polarity in an adjacent carbon otherwise nonpolar bond, and this effect may further be transmitted through the adjacent carbon-carbon sigma bond in a chain. This type of phenomenon is called inductive effect. Okay. വേറൊരു ഡെഫിനേഷൻ പറയാം. ദ പ്രോസസ് ഓഫ് ഇലക്ട്രോൺ ഷിഫ്റ്റ് അലോങ് എ ചെയിൻ ഓഫ് ആറ്റം ഡ്യൂ ടു പ്രസൻസ് ഓഫ് പോളാർ കോവാലന്റ് ബോണ്ട് ഇൻ ഇറ്റ് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. പിന്നെ വേറൊരു പേരിലും വിളിക്കുന്നു ട്രാൻസ്മിഷൻ ഇഫക്റ്റ് എന്നും വിളിക്കാറുണ്ട്, ടി ഇഫക്റ്റ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണെങ്കിൽ ഐ ഇഫക്റ്റ് എന്ന് പറഞ്ഞാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോഴേക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എഴുതണം. CH3 CH2 CH2X. ഇവിടെ ഞാൻ എക്സ് എന്ന് എഴുതിയാണ്, ഹാലജൻ അല്ല, ഒരു റെപ്രസെൻറ്റേഷൻ. ആ റെപ്രസെൻറ്റേഷനകത്ത് സപ്പോസ് എക്സ് നമുക്കൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. എക്സ് ഇസ് ഈക്വൽ ടു ഇലക്ട്രോൺ വിഡ്രോയി ചെയ്യണതാണ്. വിഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ വലിച്ചെടുക്കുന്ന ആളാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഉള്ള കാരണം ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് കൂടുതലാണ്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ള ഒരു ആറ്റമാണ് എക്സ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഈ കാർബണും എക്സും, ഇപ്പോൾ ഈ കേസിനകത്ത് എക്സ് നമുക്ക് ഇപ്പോൾ സപ്പോസ് വേണമെങ്കിൽ ഹാലജൻ എന്നൊരു എക്സാമ്പിൾ എടുക്കാം ഈ ഒരു കേസിനകത്ത്. അപ്പോൾ ഈ ഹാലജനും കാർബണും തമ്മിലാണ് ഈ ഒരു ബോണ്ട് ഫോം ചെയ്തേക്കുന്നത്. ഈ ബോണ്ട് ഫോം ചെയ്തേക്കുന്നതിനകത്തുള്ള കാർബണിനകത്തുള്ള ഒരു ഇലക്ട്രോണും ഹാലജൻ്റെ ഒരു ഇലക്ട്രോണും തമ്മിലാണ് ഈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഈ ബോണ്ടിൻ്റെ പെയറിന് എന്ത് ചെയ്യുന്നു? ഹാലജൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായത് കാരണം അതിൻ്റെ അടുത്തേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല, പക്ഷേ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ഈ ഇലക്ട്രോൺ പെയറിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടുതൽ ഹാലജൻ ആറ്റത്തിനകത്തേക്ക് വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോൺ പെയർ വരുമ്പോൾ ഹാലജനും ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ദാറ്റ് ഈസ് ഡെൽറ്റ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഈ കാർബണിനൊരു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺ ചാർജ് കുറഞ്ഞതിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ഈ ബോണ്ട് ഒരു പോളാർ ബോണ്ടായിരുന്നു. പോളാർ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പൊളാരിറ്റി. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ചാർജിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. ഇതിനാണ് പോളാർ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാലജൻ ആറ്റത്തിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഈ കാർബണിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടുന്നു. അപ്പോൾ നേരത്തെ ഇപ്പോൾ സപ്പോസ് ഹാലജൻ ഇല്ലായിരുന്നെങ്കിൽ ഈ കാർബൺ എന്ന് പറഞ്ഞാൽ ഈക്വലൻ്റ്, രണ്ടുപേരും കാർബണാണ്, രണ്ടുപേരും അതിൻ്റെ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. പക്ഷേ തൊട്ടപ്പുറത്ത് ഹാലജൻ ആറ്റം ഉള്ളത് കൊണ്ട് ഹാലജൻ എന്ത് ചെയ്യുന്നു? ഈ ബോണ്ട് പെയറിന് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കാർബണിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പോൾ ഈ കാർബണും തമ്മിലുള്ള ഈ ബോണ്ടിനകത്ത് ഇതൊരു പോളാർ ബോണ്ടായിട്ട് മാറി. കാരണം ഇതിന് പോസിറ്റീവ് ചാർജ്, ഇതിന് പോസിറ്റീവ് ചാർജ് കുറവാണ്. അപ്പോൾ ഈ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? കുറച്ച് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ കാർബണിന് മറ്റേ കാർബണിനേക്കാളും കുറച്ചിട്ടുള്ളൊരു പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ദെൻ ഈ കാർബണിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്ന ഭാഗമായിട്ട് ഈ പെയർ ഓഫ് ഇലക്ട്രോൺ, ഈ CH3 കാർബണും ഈ CH2 കാർബണും ഉണ്ടായേണ്ട പെയർ ഓഫ് ഇലക്ട്രോൺസ് ആരിലേക്ക് പോകുന്നു?
CH2 കാർബണിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിന് വീണ്ടും ഫർദർ ഒരു സ്മോൾ പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. അങ്ങനെ ഒരു നോൺ പോളാറായിട്ടുള്ള ബോണ്ടിനകത്ത് ഒരു പൊളാരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഡ്യൂ ടു പ്രസൻസ് ഓഫ് എ പോളാർ ബോണ്ട്. ഒരു പോളാർ ബോണ്ട് ഉള്ളത് കാരണം ഇതിനാണ് പോളാർ ബോണ്ട് എന്ന് പറയുന്നത്. പോളാർ ബോണ്ട് എന്ന് പറയുന്നത് നോൺ പോളാർ ബോണ്ടിനകത്തേക്ക്, നോൺ പോളാർ എന്ന് പറഞ്ഞാൽ എന്താ, പൊളാരിറ്റി ഇല്ലാത്ത, ഇത് രണ്ടും കാർബണാറ്റമാണ്, ഇതും രണ്ടും കാർബണാറ്റമാണ്. അപ്പോൾ നോൺ പോളാർ ബോണ്ടിനകത്തേക്ക് ഒരു പൊളാരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ടൈപ്പ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ആറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്നു. ഇനി സപ്പോസ് ഒരു വൈ ആറ്റം, അത് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്ന ഒരു ആറ്റം ആണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോനെഗറ്റിവിറ്റി കാർബണിനേക്കാളും കുറവാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഇതിനൊരു പോസിറ്റീവ് ചാർജും കിട്ടുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള പൊളാരിറ്റി ഡിഫറൻസിൻ്റെ ഭാഗമായിട്ട് അടുത്ത സ്റ്റെപ്പിനകത്ത് ഇത് ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ മറ്റേതിനേക്കാളും ചെറിയതായിട്ടുള്ള ഒരു നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. അങ്ങനെ ഇത് അങ്ങോട്ടായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നതിന് നമ്മൾ പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് വീണ്ടും പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ഒരു ഒരു പോളാർ ബോണ്ടായിരുന്നു. കാരണം വൈയും സിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സിയിലാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അതുകൊണ്ട് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇതിന് പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ തമ്മിലൊരു പൊളാരിറ്റി ഡിഫറൻസ് വന്ന് ഈ ബോണ്ടിനകത്ത്, ഇത് നേരത്തെ നോൺ പോളാർ ആയിരുന്നു, ഇപ്പോൾ പൊളാരിറ്റി ഡിഫറൻസ് വന്ന് ആ പൊളാരിറ്റി ഡിഫറൻസിൻ്റെ ഭാഗമായിട്ട് ഇത് ഇങ്ങോട്ട് കൊടുത്തു. പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കുറവാണ്. ഇതിനേക്കാളും ഇത് കൂടുതലാണ്, ഇത് വലുതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ, അതാണ് നമ്മൾ ആദ്യം ഒരു ഡെഫിനേഷൻ പഠിച്ചത്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഓർ ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോഴേക്കും ഒരു തൊട്ടടുത്തുള്ള അഡ്ജസൻറ്റ് കാർബണിനകത്തേക്ക് ഒരു പൊളാരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ടൈപ്പ് എഫക്റ്റിനെയാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആ ഡെഫിനേഷൻ ഒന്നും കൂടി കാണിക്കാം. ദ ടേം റിഫേഴ്സ് ഇൻവോൾവ് the presence of electron attracting and electron withdrawing atom or group attached to a carbon chain of a molecule. അപ്പോൾ നമ്മൾ ആ CXും CYയും അതാണ് ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ബൈ എ കോവാലന്റ് ബോണ്ട് ഇൻഡ്യൂസ് പൊളാരിറ്റി ഇൻ ദാറ്റ് ബോണ്ട്. ആ ബോണ്ടിനകത്ത് ഒരു പൊളാരിറ്റി കണ്ടു നമ്മൾ. CXനകത്തേക്ക് എക്സ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ആ പെയർ ഓഫ് ഇലക്ട്രോൺ എക്സിനകത്തേക്ക് വന്നു. CY ബോണ്ടാണെങ്കിൽ കാർബൺ ഇലക്ട്രോൺ നെഗറ്റീവ് ഉണ്ട്, കാർബണിനകത്തേക്ക് ഇലക്ട്രോൺ വന്നു. അപ്പോൾ ദിസ് ഇൻ ടേൺ മേ കോസ് ഇൻഡക്ഷൻ ഓഫ് പൊളാരിറ്റി ഇൻ അഡ്ജസൻറ്റ് ബോണ്ട്. ഇതെന്ത് ചെയ്യുന്നു, തൊട്ടടുത്തുള്ള ബോണ്ടിൽ ഒരു പൊളാരിറ്റി ഉണ്ടാക്കി, വീണ്ടും അടുത്ത ബോണ്ടിലേക്ക് പൊളാരിറ്റി ചെയ്തു. അപ്പോൾ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഈ ഇഫക്റ്റിനെയാണ് ട്രാൻസ്മിഷൻ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ I വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ട്രാൻസ്മിഷൻ ഇഫക്റ്റാണ് T എന്നുള്ള സിമ്പൽ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ പറഞ്ഞ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യുന്നു, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ -I ഗ്രൂപ്പുകളെന്നും, ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ +I ഗ്രൂപ്പ് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റും മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റും. അപ്പോൾ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്ന ഗ്രൂപ്പുകളെ -I ഗ്രൂപ്പുകളെന്നും ആ ഗ്രൂപ്പ് മൂലം ഉണ്ടാകുന്ന ഇഫക്റ്റിന് നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് സാധാരണ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ആരോ വെച്ചിട്ടാണ്. ആരോ എന്ന് പറഞ്ഞാൽ എന്താ, ഈ രണ്ട് ബോണ്ടിൻ്റെ ഇടയിൽ ഒരു ആരോ വരുന്നത്. എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്ന ആ പൊസിഷൻ ആരോൻ്റെ ഹെഡും വെച്ച് കാണിക്കുന്നു. ഇപ്പോൾ 1-2 ഗ്രൂപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൈട്രോ ഗ്രൂപ്പ്, സൈനോ ഗ്രൂപ്പ്, ആസിഡ് ഗ്രൂപ്പ്, ഹാലജൻസ്, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, മിത്തോക്സി ഗ്രൂപ്പ്, ആൽക്കോക്സി ഗ്രൂപ്പ്, ഫിനെ ഗ്രൂപ്പ്, ഇതൊക്കെ വരണമെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ്. ദാറ്റ് ഈസ് -I ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ആ ഗ്രൂപ്പിനകത്തേക്ക് വരുന്നു. അതേസമയം ഗ്രൂപ്പ് ലൈക്ക് CH3 3C, ദാറ്റ് ഈസ് ടെർഷ്യറി കാർബൺ ആറ്റം, then secondary carbon atom, then CH3 CH2 primary carbon atom, then carbon methyl ഗ്രൂപ്പ്, methyl, ethyl, isopropyl, tertiary butyl. ഈ ഗ്രൂപ്പുകളൊക്കെ വരുന്നത് എന്ത് ചെയ്യുന്നു, ഇത് ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആളാണ്, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതിനെ പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അല്ലെങ്കിൽ +I ഇഫക്റ്റ് എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പെർമനൻറ്റ് ഇഫക്റ്റാണ്.
ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ഒരു ആറ്റം കാർബൺ ചെയിനകത്തുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആറ്റം ആ ബോണ്ട് പെയറിനെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയൊരു ആറ്റം അതിനകത്ത് ഉണ്ടെങ്കിൽ ആ ആറ്റം എന്ത് ചെയ്യുന്നു, ആ ബോണ്ട് പെയറിനെ അതിനകത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു അങ്ങനെ ഒരു ആറ്റം നമ്മുടെ മോളിക്യൂൾസിനുണ്ടെങ്കിൽ അതൊരു പെർമനൻ്റ് എഫക്റ്റ് ആയിരിക്കും. പിന്നെ പറയണമെന്ന് വെച്ചാൽ അത് നോർമലി കണ്ടക്ട് ചെയ്യുന്നത് സിഗ്മ ബോണ്ടിൽ കൂടിയാണ്. സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ സിഗ്മ ബോണ്ടിൽ കൂടിയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഒന്ന് പെർമനൻ്റ് ഇഫക്റ്റ് ആയിരിക്കും. പിന്നെ പറയുന്നത് അത് സിഗ്മ ബോണ്ടിൽ കൂടിയാണ് അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് പറയുന്നത് അവിടെ ആ പ്രോസസ്സ് നടക്കാനായിട്ട് നോ നീഡ് ഓഫ് അറ്റാക്കിംഗ് റിയാജൻറ്റ് പുറമേ നിന്നുള്ളൊരു സ്പീഷീസിൻ്റെ ആവശ്യമില്ല. ആ മോളിക്യൂൾസിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് അത് ചെയ്യുന്നത്. ഇനി ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് ഇപ്പോൾ സി എക്സ് ബോണ്ട് എന്നുള്ളത് സി എക്സ് ബോണ്ടാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സി പ്ലസ് ആൻഡ് പ്ലസ് എക്സ് മൈനസ് ആയിട്ട് മാറിയിട്ടില്ല. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ട്രാൻസ്ഫർ അല്ല, മീറെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. ഇതാണ് 4 ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൻ്റെ പറയാവുന്നത്. ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പറയാവുന്നത്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. അതൊരു പോളാർ ബോണ്ടിൽ കൂടി ആയിരിക്കും നടക്കുന്നത്. നോ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്. ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നൊരു പാർഷ്യൽ സെപ്പറേഷൻ മാത്രമുള്ള അത് പെർമനൻ്റ് ഇഫക്റ്റ് ആയിരിക്കും. അവിടെ ഒരു അറ്റാക്കിംഗ് റിയേജൻ്റ് ആവശ്യമില്ല. അത് പോളാർ ബോണ്ടിൽ കൂടി ആയിരിക്കും നടക്കുന്നത്, അതായത് സിഗ്മ ബോണ്ടിൽ കൂടി ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പാർഷ്യൽ ചാർജ് സെപ്പറേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. പാർഷ്യലായിട്ടുള്ള ചാർജ് സെപ്പറേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ എഫക്റ്റുകൾ. നമ്മൾ ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ്. ദെൻ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ആയ ഗ്രൂപ്പുകളൊക്കെ പഠിച്ചു. ഇനി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ആപ്ലിക്കേഷൻ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് കാർബോക്സിലിക് ആസിഡിൻ്റെ അലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡിനകത്ത് എങ്ങനെ ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അതിൻ്റെ അസിഡിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഒരു ആസിഡിൻ്റെ അസിഡിറ്റി ക്യാരക്ടർ അല്ലെങ്കിൽ അതിൻ്റെ കാർബോക്സിലേറ്റ് ആനിയോണിൻ്റെ എഫക്റ്റ് നമുക്ക് ഡിസ്കസ്